ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഒരു മീറ്ററുകളോളം, നൂറുകണക്കിന് മീറ്ററുകളോളം, 1/2 കിലോമീറ്ററോളം ദൂരത്ത് പൂർണ്ണമായി തകർന്നടിഞ്ഞ് സർവീസ് റോഡും മെയിൻ റോഡും പൂർണ്ണമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ഒരു പ്രശ്നം അത് ഒട്ടും അപ്രതീക്ഷിതമാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം ഇത് നേരത്തെ മുതൽ തന്നെ ജനങ്ങൾ പലതരത്തിൽ പരാതികളായിട്ടും ആശങ്കകളായിട്ടും ഉന്നയിച്ചതാണ്. അവർ നിർമ്മാണ കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു, NHAIയുമായിട്ട് സംസാരിച്ചിരുന്നു, സംസ്ഥാന ഗവൺമെന്റും PWD വകുപ്പുമായിട്ട് സംസാരിച്ചിരുന്നു, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് ഇവിടുത്തെ ജനങ്ങൾ പരാതികൾ സമർപ്പിച്ചിരുന്നു. നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവർ സ്വീകരിച്ചിരുന്നു. ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ അഭിഭാഷക കമ്മീഷന്റെ മുമ്പിലടക്കം ജനങ്ങൾ തെളിവ് നൽകുകയും ഇതിന്റെ ആശങ്ക അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും അതിൽ ഒരു പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഭാഗമായി ചെയ്യാൻ സാധിക്കുമായിരുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് ഇവിടെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആണ് ഈ അപകടം നടന്നത് എന്നുള്ളത് ഒരു തരത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ നമുക്കൊരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. കാരണം ഈ ഹൈവേ പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല, ഇവിടെയുള്ള ഫുൾ വെഹിക്കുലർ ട്രാഫിക് ആരംഭിച്ചിട്ടില്ല, കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള ട്രക്കുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴി പോയി തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത് എങ്കിൽ ഉണ്ടാകുമായിരുന്ന അപകടം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള പരിശോധനയ്ക്കും ഒരു അന്വേഷണത്തിനും വിധേയമാക്കണം. ഇപ്പോൾ ഒരു 3 അംഗ കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് എത്രത്തോളം പര്യാപ്തമാണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇക്കാര്യത്തിൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ഇത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ആശങ്കകളും ഉയർന്നിട്ടുണ്ട്, സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് തലപ്പാറയിൽ ഇപ്പം ഇന്ന് രാവിലെ ഇതേപോലുള്ള വിള്ളലും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NHAIയുടെ ഈ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മുഴുവൻ ദൂരവും, ഏതാണ്ട് 560 കിലോമീറ്റർ ഉണ്ടല്ലോ, ഇത് മുഴുവൻ സമഗ്രമായിട്ടുള്ള ഒരു സുരക്ഷാ ഓഡിറ്റിന് വിധേയമാക്കണം. ഗഹനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇവിടെ പാടം തൂർത്ത് മണ്ണിട്ട് ഇത്രയധികം 14 മീറ്ററാണ് ഇവിടെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. അതിന്റെ 2 സൈഡും പാടമാണ്. ഒരു സാധാരണ മഴയ്ക്ക് പോലും ഇവിടെ 4-5 മീറ്റർ വെള്ളം കെട്ട് ഉണ്ടാവുന്ന പ്രദേശമാണ്. ഇതിന്റെ അപ്പുറവും ഇപ്പുറവും അതിന്റെ ഇടയിലുള്ള നീർച്ചാലുകളും മറ്റ് ജല ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ ആ മണ്ണിന് ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നിർമ്മാണ പിഴവൊന്നുമില്ല എന്ന് പറയുന്നു. രണ്ടും കൂടി ചേർന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും മണ്ണിട്ട് ഉയർത്തിയ ഇടങ്ങൾ മാത്രമാണോ, അതല്ല അതിനപ്പുറത്തെ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതിഗുരുതരമാണ്. ഈ പറഞ്ഞ സുരക്ഷാ പ്രശ്നം അടക്കം അവിടെയുണ്ട്. കൃത്യമായ ഓഡിറ്റ് എന്തായാലും ഉണ്ടാവട്ടെ.